ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. This is an event that took place 2000 almost years ago. ഒരു കുടുംബത്തിന്റെ കഥയാണ്. This is a story about a family. അവിടെ ഒരു അപ്പനുണ്ട്, ഒരു അമ്മയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. There is a father and a mother and 2 children. അവര് കുറേന എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യവുമായി ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നുള്ളവരാണ്. And they belong to a place called Korea from the African continent. അവര് ഇപ്പോൾ ഉള്ളത് റോം എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും സുപ്രധാന പട്ടണത്തിലാണ്. Now they are staying in Rome, the most prominent nation in the world at that time. അത് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ആഫ്രിക്കയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്നത്തെ ന്യൂയോർക്ക് എന്ന് പറയുന്നത് പോലെ ബൈബിൾ എഴുതിയ സമയത്ത് ഏറ്റവും പരമപ്രധാനമായ സിറ്റിയായ റോമൻ പട്ടണത്തിലേക്ക് വന്നു പാർത്ത ഒരു കുടുംബത്തിന്റെ കഥ. So this is a migrant African family who has come and who is staying in a province of the empire called Rome. എങ്ങനെയാണ് അവരുടെ ജീവിതം ഇങ്ങനെ ഇത്രയും മാറിയത്? And how is this family come into the picture of the gospel? ഇവരെ പറ്റി നമ്മൾ ആദ്യം കാണുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. This family is mentioned in the gospel of Mark for the first time. അവിടെ ഒറ്റ വരിയിലാണ്, ഒറ്റ ലൈനിലാണ് അവരെ പരിചയപ്പെടുത്തുന്നത്. And there is only one scripture that states who they are. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. A certain man from Cyrene, Simon, the father of Alexander and Rufus, was passing on his way in from the country, and they forced him to carry the cross. Amen. ഇത് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് നടന്ന സംഭവമാണ്. This is an event that took place when Jesus was being crucified. യേശു തന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് പോകുകയാണ്. And Jesus was carrying his cross all the way to the Mount Golgotha. വീണും എഴുന്നേറ്റും ക്ഷീണിച്ച് അവശനായി യേശു ക്രൂശുമായി പോകുമ്പോൾ Jesus was exhausted, falling and standing up, and he was marching towards Golgotha. പടയാളികൾക്ക് കൊടുത്ത സമയത്തിന് മുമ്പ് യേശുവിനെ ക്രൂശിക്കണമായിരുന്നു. And Jesus was supposed to be crucified within a prescribed time. അതുകൊണ്ട് അവർ യേശുവുമായി ബന്ധപ്പെട്ടു പോകുമ്പോൾ And as they were carrying Jesus along with the cross towards Golgotha, കുറ്റവാളി തന്നെ ക്രൂശ് എടുക്കണമെന്നുള്ളതാണ് നിയമം. and it was a law for the criminal to carry his own cross. യേശുവിനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് അവർക്ക് തോന്നി. And they understood Jesus was too exhausted to carry his own cross. അവിടെ നിൽക്കുന്നവരെ എല്ലാം നോക്കി ആരായിരിക്കും ഈ ക്രൂശ് എടുക്കാനായി യേശുവിനെ സഹായിക്കുന്നതെന്ന് നോക്കി. So they looked around to see any help who can help Jesus carry the cross. അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു, There were high priests there, പരീശന്മാരുണ്ടായിരുന്നു, there were Pharisees there, സദൂസ്യന്മാരുണ്ടായിരുന്നു, there were Sadducees there, യഹൂദന്മാരുണ്ടായിരുന്നു, there were Jews there, വഴി പോകുന്ന there യാത്രക്കാരുണ്ടായിരുന്നു, were passerby travelers, സ്ത്രീകളും കുഞ്ഞുങ്ങളും there ഉണ്ടായിരുന്നു. were women and children. എല്ലാവരും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ And as they were watching this event, ആരും ഈ ക്രൂശിലൊന്നും പിടിച്ചില്ല. nobody came to help Jesus with carrying the ആരും cross. ഒന്നും സഹായിച്ചില്ല. Nobody helped them. പടയാളികൾ നോക്കിയപ്പോ And when the soldiers saw, വയലിൽ നിന്ന് കേറി വരുന്ന ഒരു മനുഷ്യനെ കണ്ടു. they saw a man coming out of the field, അദ്ദേഹം ഒരു ആഫ്രിക്കനാണ്. and he was an African man. അതുകൊണ്ട് പടയാളികൾ അദ്ദേഹത്തോട് പറഞ്ഞു, വേഗത്തിൽ ഈ ക്രൂശ് എടുക്കുക. And so he commanded the African to come and carry the cross of Jesus. അവൻ അറിയില്ല ഇത് ആർക്ക് വേണ്ടിയാണ് എടുക്കുന്നതെന്ന്. Simon did not know who is he carrying the cross for. പടയാളികളുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് പേടിച്ച് അവൻ ആ ക്രൂശിന്റെ ഒരു അറ്റം പൊക്കി. So as he was threatened by the whips of the Roman soldier, he picked up the cross of Jesus. ഈ സമയത്ത് അതിന്റെ അപ്പുറത്തെ സൈഡിൽ യേശു നിൽപ്പുണ്ടായിരുന്നു. And Jesus was standing on the other side of the cross. തല മുഴുവനും രക്തം കൊണ്ട് കുളിച്ച്, And he was bleeding all from his head, അല്പം മാത്രം വസ്ത്രം ധരിച്ച്, very scantily dressed. ദൈവപുത്രനായ യേശു And so the Son of God Jesus, അവനെ ഒന്ന് നോക്കി. he looked at Simon, this African, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവൻ, the God who created the heavens and the earth, ഭൂമിയെയും കടലിനെയും സൃഷ്ടിച്ചവൻ, the man who created the land and the sea, വൻകരകളെ സൃഷ്ടിച്ചവൻ, he created the distant shores, സകലത്തെയും ഉളവാക്കിയവൻ. he is the man who created everything you see. അവിടെ നിന്നുകൊണ്ട് ഈ ശിമയോനെ ഒന്ന് നോക്കി. And that Jesus looked at this Simon the African. നിങ്ങൾക്കറിയാമോ, ഈ ശിമയോൻ ആ ക്രൂശ് എടുക്കുമ്പോൾ And this man Simon, as he carried the cross, ആ ക്രൂശിൽ ഉണ്ടായിരുന്ന രക്തം അവന്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചു. and that blood of Jesus on the cross touched the body of Simon. നമ്മളെ എല്ലാം ആ രക്തം വിശ്വാസത്താലാണ് വിശുദ്ധീകരിക്കുന്നത്, വിടുവിക്കുന്നത്. All of us believe the shed blood of Jesus by faith. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ആ രക്തത്തെ തൊട്ടയാളാണ് ശിമയോൻ. But Simon the African touched literally the blood of Jesus on the cross. 6000 വർഷങ്ങൾക്ക് പുറകിൽ 6000 years ago, ഈ ശിമയോന്റെ അപ്പച്ചന്റെ അപ്പച്ചൻ, വല്യപ്പച്ചൻ
the great grandfather of this African Simeon, നോഹയുടെ മകൻ the descendant of Noah, നോഹയാൽ ശപിക്കപ്പെട്ടു. Noah cursed his son Ham. അന്നു മുതൽ ശാപം പേറി നടക്കുവായിരുന്നു ആ തലമുറ. And this race inherited the curse of Noah, his father. ആയിരക്കണക്കിന് തലമുറയുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ശപിക്കപ്പെട്ട ശിമെയോൻ. And Simeon was a descendant of the cursed family genealogy of Ham. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അവന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ, But when the blood of Jesus touched the body of Simon the cursed African, 6000 വർഷത്തെ കേട്ട് അന്ന് പകലിൽ അവിടെ പൊട്ടിമാർ. the curse that passed on for 6,000 years was broken by the blood of Jesus. അവന്റെ കുടുംബം തകർന്നെന്ന്, And that family was broken. അവന്റെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കത്തില്ലെന്ന്, And the children would never rise to prosperity. ഇവരെന്നും ഇങ്ങനെ ശപിക്കപ്പെട്ട് കിടക്കുമെന്ന് And they will be cursed for generations. ചിന്തിച്ചടത്തു നിന്ന് From that place of a curse, ഒരു വൃക്ഷത്തെ വളച്ചു നിർത്തിയിട്ട് വെട്ടിവിടുന്നത് പോലെ ആ കുടുംബം അന്ന് പകൽ എഴുന്നേറ്റു. that family was catapulted from a curse to a blessing. ഇന്ന് പകൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. I have a good news for you. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തകർത്തു വെച്ച ശാപത്തിന്റെ ശക്തിയെ ഇന്ന് പകൽ യേശുവിന്റെ പരിശുദ്ധ രക്തം വിടുവിക്കുന്ന പകലാണ്. That curse that has been passed on from generations today, that the blood of Jesus will set you free from that curse. നീയും നിന്റെ കുടുംബവും, Me and my family, നിന്റെ തലമുറയും, and your family, അടുത്ത തലമുറയ്ക്ക് ഒരു സംസാരമായി മാറാൻ പോകും. your generation will be a testimony to the next generation. അടുത്ത തലമുറ നിന്നെ കുറിച്ച് സംസാരിക്കും. The next generation shall talk about അടുത്ത you. തലമുറയിൽ നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് The സംസാരിക്കും. next generation will give testimony about your children. അവര് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, That this is what they may say. ഈ കുടുംബം തകർന്നു കിടന്നതാണ്, This family was broken, എന്നാൽ അവരെ യേശു ഉയർത്തി but Jesus rose them up. പട്ടണത്തിന്റെ അധിപന്മാരായി, And they became the elders of the city. ദേശത്തിന്റെ തലവന്മാരായി, And they became the heads of nations. അവരുടെ തലമുറകളെ ദൈവം ഉയർത്തി. And their generations were raised by Jesus. നിന്റെ അപ്പച്ചന്മാരൊന്നും ആ പഞ്ചായത്തിനപ്പുറം കണ്ടിട്ടില്ലായിരിക്കാം, Nobody among your ancestors would have seen. എന്നാൽ നിന്റെ തലമുറ ആകാശങ്ങളിൽ വാഹനമേറി, മേഘോന്നതങ്ങളിൽ വാഹനമേറി പട്ടണങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. But your generation shall be a blessing to the cities of the nations. നിന്റെ തകർച്ചയുടെ കാലം കഴിഞ്ഞു, Your season of brokenness is over. നിന്റെ ദാരിദ്ര്യത്തിന്റെ കാലം കഴിഞ്ഞു, Your season of poverty is over. നിന്റെ കുടുംബം എഴുന്നേൽക്കുന്ന സീസണാ. This is your season. Your family will arise.